നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മൾ കൃഷ്ണ ഭക്ത എന്ന പേരും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ തട്ടിച്ചു നടക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ സ്വഭാവ വൈകൃതങ്ങളാണോ ഇനി സ്വഭാവ ഗുണങ്ങളാണോ ഇതിനകം പുറത്തു വന്നത് എന്നൊക്കെ സംശയാസ്പദമായിട്ടുള്ള കണ്ണുകളോടെ ഇന്ന് ഓരോ ഹിന്ദുവും കാണേണ്ട അവസ്ഥ തന്നെയാണ് എത്തി നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നിട്ടും ഈ തട്ടിപ്പുകാരിയുടെ പാവാടയ്ക്കടിയിൽ തൂങ്ങി നടക്കുന്ന, അതല്ലെങ്കിൽ 2 കിലോ പുട്ടിയിട്ട് ഗ്ലാമറും കൂട്ടി നടക്കുന്ന, നിതംബം കുലുക്കി നടക്കുന്ന, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുലുക്കി നടക്കുമ്പോൾ അതിൽ കണ്ണ് പായിച്ചുകൊണ്ട് ഞരമ്പ് രോഗം മൂത്തുകൊണ്ട് ഇന്നും അവരുടെ ഭക്തരായി ജീവിക്കുന്ന കുറെ എണ്ണമുണ്ട്. അവരെ കാണുമ്പോൾ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇത് തന്നെയാണ് സത്യത്തിൽ ഹിന്ദുവിന്റെ പരാജയം എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. നോക്കൂ, ഹിന്ദുവിനെ ആർക്കും പറ്റിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണല്ലോ ഞമ്മന്റെ ഇവിടെ പന്നി പെറ്റി വരുങ്ങും പോലെ കൂട്ടി ഇന്നിപ്പോൾ ജിഹാദികൾ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് പാഞ്ഞു കയറുന്നത്. ഹിന്ദു എന്നാൽ ഇന്ന് ഇവിടെ ഒരു മൂന്നാംകിട പൗരന്മാരായി മാറിയതും എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് ഹിന്ദു എന്ന വെറും ഒരു ജന്തു, ഒരു മണ്ടൻ, ഒരു ഏകീകരണവും ഇല്ലാത്ത, ഒരുത്തൻ നന്നാവുന്നത് മറ്റൊരുത്തന് ഇഷ്ടമില്ലാത്ത രീതിയിൽ മാറിയിട്ടുള്ള, അല്ലെങ്കിൽ തന്റെ കൂട്ടത്തിലുള്ള, തന്റെ ബന്ധുവായിട്ടുള്ള, തന്റെ അനിയനായാൽ പോലും ജ്യേഷ്ഠനായാൽ പോലും ഒരിക്കലും നന്നാവാൻ സമ്മതിക്കില്ല, ഒത്തൊരുമയില്ലാത്ത വർഗമായി. അതുകൊണ്ട് ജന്തു എന്നും പറയാനും പറ്റില്ല. കാരണം ജന്തുക്കൾക്കൊക്കെ ഈ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ഒരുമയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഒരുമയില്ലാതെ ഇന്നും തട്ടിപ്പുകാർക്ക് തല വെച്ച് കൊടുത്തുകൊണ്ട് അണ്ണാക്കിൽ അടിച്ചു കിട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ല. അത്തരത്തിൽ അണ്ണാക്കിൽ അടിച്ച് കിട്ടി എന്നിട്ട് കിടന്ന് രോധിക്കുന്ന ഹിന്ദുവിനെ, മോങ്ങുന്ന ഹിന്ദുവിനെ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലാണ് ഈ കൃഷ്ണഭക്ത എന്നും പറഞ്ഞ് നടന്നുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നുകൊണ്ട് അള്ളാഹു അക്ബറും ഇൻഷാ അള്ളയും ഒക്കെ പറഞ്ഞ് അവളുടെ ആ ഒരു കോത്തായത്തെ ഒരു പീപ്പവിളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഭഗവാൻ കണ്ണന്റെ ഓടക്കുഴലിനെ അപമാനിച്ചുകൊണ്ട്. മാത്രമല്ല ഭഗവാൻ കണ്ണൻ മാറാരോഗം മൂത്ത ഒരാളായിരുന്നെന്നും ഈ ഭഗവാൻ കണ്ണന്റെ ഗോപികമാരെല്ലാവരും വെടികളായിരുന്നെന്നും പച്ചയ്ക്ക് ഹിന്ദുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് ചിരിച്ചിട്ട് ആ സ്ത്രീയുടെ പിറകെ നടക്കുന്ന ഹിന്ദുവെ, നിന്നെ ഇതിലും കൂടുതൽ ഒന്നും പറയാനില്ല. എന്തായാലും ഈ കൃഷ്ണ ഭക്തിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. ഇനി ഇവിടെ ആരെങ്കിലും വന്നിട്ട് ആ കൃഷ്ണ ഭക്തിയുടെ പേര് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മളിവിടെ സിംബോളിക്കായി മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം ആർക്കെതിരെയും കേസ് കൊടുത്തുകൊണ്ട് അവരെ കേസ് കൊടുത്ത് കാശ് വാങ്ങി സെറ്റിൽമെന്റ് നടത്തുന്ന സ്ഥിരം പരിപാടിയുള്ളത് കൊണ്ട് ഇവിടെ പേര് പറയാൻ പാടില്ല. പേര് പറഞ്ഞാൽ കേസ് വരും. അതുകൊണ്ട് ഞാൻ ആ പേരൊന്നും പറയില്ല. പക്ഷേ ഇവിടെ നമുക്കറിയാം ശ്രീല പിള്ള എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയുണ്ട്. ഭരത് ലൈവ് എന്ന് പറയുന്ന ചാനലിന്റെ ഉടമയായിട്ടുള്ള ശ്രീല പിള്ള പറയുന്ന കുറെ വാക്കുകളുണ്ട്. അവർ ഒരു അന്വേഷണാത്മക, അതല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ സത്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് ലോകത്തോട് വിളിച്ചു പറയുന്ന ആ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ, ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ കുറെ വാക്കുകൾ എന്റെ ശ്രദ്ധയിൽ കഴിഞ്ഞ മണിക്കൂറിൽ പെട്ടു. അത് മാന്യ പ്രേക്ഷകർ കേൾക്കേണ്ടതുണ്ട്. കാരണം ചിലരുടെ വാക്കുകളും ചിലരുടെ വീഡിയോകളും ഒന്നും നമുക്കിവിടെ നേരിട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ചില അവരുടെ പറഞ്ഞ പ്രാധാന്യമുള്ള ആ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, അത് പ്രേക്ഷകർ മനസ്സിലാക്കണം. എന്നിട്ടെങ്കിലും ഈ ജന്തു എന്ന ഒരു ഒത്തൊരുമയും ഇല്ലാത്ത, കണ്ടതിന്റെയൊക്കെ പിന്നാലെ പോയി പാവാട തൂങ്ങിയായി നടക്കുന്ന, ആരാധകനായി നടക്കുന്ന, ഫാൻസായി നടക്കുന്ന മണ്ടൻ ജന്തുവെ നീ കാണുക. ഇതാണ് ആ സ്ത്രീ. ഈ സ്ത്രീയെയാണ് നീയൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൾ കോപ്പി എടുത്തുകൊണ്ട്, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് നിന്നെ പറ്റിച്ച് 10,000 20,000 വാങ്ങി ശങ്കരേട്ടന്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടായ കഥയും പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന അയ്യപ്പന്റെ വീട്ടിൽ നിറയെ കാശ് വന്ന് നിറഞ്ഞ കഥയും പറഞ്ഞുകൊണ്ട് പച്ച നുണ ചാനലുകളിലൂടെ വിളമ്പിക്കൊണ്ട് നിന്റെ ആ ഒരു സഹാനുഭൂതി ഉണ്ടല്ലോ, അതല്ലെങ്കിൽ നിനക്ക് എങ്ങനെയെങ്കിലും അധ്വാനിക്കാതെ പണമുണ്ടാക്കണം, കാശുണ്ടാക്കി ഞാൻ ഈ സമൂഹത്തിൽ വലിയ പൈസക്കാരനായി ജീവിക്കണം എന്ന മനസ്സും കൊണ്ട് നടക്കുന്ന ഹിന്ദു ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ചതിയിലൊക്കെ നീയൊക്കെ പെട്ടെന്ന് പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരക്കാർക്ക് ശ്രീല പിള്ള പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളെങ്കിലും അല്പം തലച്ചോറിലേക്ക് കയറട്ടെ. കേട്ടു നോക്കാം നമുക്ക് ശ്രീല പിള്ള പറഞ്ഞ വാക്കുകൾ. തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും ആദ്യഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. ഒരു 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഏതാണ്ടൊക്കെ ഒരു ഫേമസ് ആയി വരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എന്റെ ഓഫീസിലേക്ക് സ്ഥിരം ഒരു സിനിമാ സംവിധായകൻ വരുമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എന്നോട് വന്ന്, നിങ്ങളുടെ ഹിന്ദുക്കളും RSSകാരും BJPക്കാരും എല്ലാം പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു കൃഷ്ണഭക്ത, അവരെ കുറിച്ചൊന്ന് അന്വേഷിക്കണം നിങ്ങൾ. അവര് നിരന്തരമായി കേസ് കൊടുക്കുകയും നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇനി നിന്റെ പാർട്ടിക്കാർക്ക് ഈ പണി കിട്ടും എന്ന് പറഞ്ഞ്, സാധാരണഗതി ഞങ്ങൾ തമ്മിൽ വരുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് വലിയ ഹീറ്റഡ് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാകുന്നതാണ്. അതിനിടയിൽ അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു. പക്ഷെ അന്ന് ഞാനത് കാര്യമാക്കിയില്ല. ഞാനും എല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ചു ചിലപ്പോ അവരുടെ രാഷ്ട്രീയം കൊണ്ടോ അവരുടെ ജാതി കൊണ്ടോ ഒക്കെ പറഞ്ഞതാകാം, മതം കൊണ്ടോ ഒക്കെ പറഞ്ഞതാകാം എന്നാണ് എന്റെയും ഒരു ആദ്യഘട്ടത്തിൽ പോയ തോട്ട്. അതിനുശേഷം പലപ്പോഴും പല ഘട്ടങ്ങളിലും അവരെ കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു.
അങ്ങനെ അവസാനം ABC മലയാളത്തിലെ ധനുഷ് ആണെന്ന് തോന്നുന്നു, ധനുഷ് ഒരു വാർത്ത ചെയ്യുന്നു. ആ വാർത്ത ചെയ്യാനുണ്ടായ കാരണം RSS കാര്യാലയത്തിലേക്ക് എത്തുകയും സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തുകയും പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ആ സമയത്തായിരിക്കാം ആൾക്കാർ ഇവരെ തിരിച്ചറിയുന്നതും ഇതുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതും എന്നാണ് എന്റെ തോന്നൽ. അപ്പോ ആ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ഓരോരുത്തർ എത്തിച്ചു നൽകുകയും ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി തന്നെ FIR കോപ്പി അടക്കം വെച്ചുകൊണ്ട് ധനുഷ് ഒരു വാർത്ത ചെയ്യുകയും ചെയ്തു. ആ വാർത്തയുടെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടായി. കോലാഹലം എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ സൈബർ ഇടങ്ങളിൽ അറ്റാക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞു വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, ഒരുപക്ഷെ ധനുഷിന് കിട്ടിയതിനും ഇരട്ടി അപകടകരമായ വിവരങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് തന്നെ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി FIRന്റെ നമ്പർ കളക്ട് ചെയ്യുകയും കോടതിയിൽ നിന്ന് പല രേഖകളുടെയും സർട്ടിഫൈഡ് കോപ്പി പല കേസുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ സർട്ടിഫൈഡ് കോപ്പി കരസ്ഥമാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലും പൂർണ്ണ ബോധ്യത്തിലുമാണ് എന്റെ ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ഒരു ലൈവ് ചെയ്തിട്ടുള്ളത്. അതിലേറെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ഏതാണ്ട് 18 വർഷോളം നീണ്ടു നിന്ന ഈ പെൺകുട്ടിയുടെ ക്രിമിനൽ ജീവിതത്തെ കുറിച്ചുള്ള ഒരു വലിയ കഥയാണ്. പാവാട താങ്ങി ഹിന്ദുക്കൾ രേഖകളൊക്കെ ശേഖരിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ രേഖകളൊക്കെ ശേഖരിച്ച് വരുമ്പോഴാണ് വയനാടിലെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കഴിയട്ടെ, പറയാൻ പറ്റിയ അവസരം അതല്ല എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും അവർ ഗുരുവായൂരിൽ പ്രത്യക്ഷപ്പെടുകയും ഗുരുവായൂരിൽ വെച്ച് 5-6 വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്ത് കാണാനിടയായത്. മാത്രമല്ല ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മീഡിയ വണ്ണിന്റെ ഓൺലൈനിൽ ഞാൻ ഒരു ലേഖനം കണ്ടു. ആ ലേഖനത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ആഴ്ചയിലെ ഇസ്ലാമോഫോബിയ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്ന ചില മൃദുലഭവാനി അടക്കമുള്ള എഴുത്തുകാരുടെ ഒരു ലേഖനം. ആ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇവരെ ആക്രമിക്കുന്നതും ഇസ്ലാമോഫോബിയാണ്, അതുപോലെ തന്നെ മറ്റ് നിള നമ്പ്യാർ എന്ന് പറയുന്ന യുവതിയെയും ആക്രമിക്കുന്നത് ഇസ്ലാമോഫോബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിള എന്ന ആസിയ എന്ന ആളാണ് നിള നമ്പ്യാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ അവരെ ആക്രമിക്കുന്നത് ഇസ്ലാമോഫോബിയാണ്, സമൂഹം എന്താണ് ഇതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അതുമായി ബന്ധപ്പെട്ട് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് തുറന്നു പറയണം എന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോ ഈ തീരുമാനിക്കുമ്പോൾ അതായത് 2004 ഈ പെൺകുട്ടി ഒരു കേസ് കൊടുക്കുന്നു. 2004 ആദ്യം ഈ പെൺകുട്ടി കൊടുത്ത ഒരു കേസ് വീട്ടിൽ നിന്നും അച്ഛനുമായി പിണങ്ങി ഇറങ്ങി പോകുന്ന സമയത്ത് റോഡിൽ ഒരു വണ്ടി വരികയും ആ വണ്ടിയിൽ രാത്രി 11 മണി പീഡിപ്പിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു എന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന ആദ്യത്തെ പരാതി. ആ പരാതി അവിടെ നിന്ന് നേരെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ആ കോടതിയിലെത്തി പീഡനത്തിലേക്ക്, അതായത് ബലാത്സംഗത്തിലേക്ക് മാറുകയാണ് ഈ കുട്ടിയുടെ മൊഴി അനുസരിച്ച് ജഡ്ജി പറഞ്ഞതനുസരിച്ച് അതിന്റെയും സർട്ടിഫൈഡ് കോപ്പി, എല്ലാത്തിന്റെയും സർട്ടിഫൈഡ് കോപ്പി എന്റെ കയ്യിലുണ്ട്. ഒരുമിച്ച് സാക്ഷി, ഈ 2 സാക്ഷി, അച്ഛനായിരുന്നു ഒരു സാക്ഷി, മകൾ വാദിയുമായിരുന്നു, ഇവർ 2 പേരും ഒരുമിച്ച് മൊഴി മാറ്റുകയും ചെയ്തു. അതിനിടയിൽ ഈ ആരോപണ വിധേയത, അതായത് 2004 ഇവരെ പീഡിപ്പിച്ചു, കെട്ടിയിട്ട് ബലാത്സംഗം എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കുന്നു. സാക്ഷികൾ കൂറുമാറിക്കൊണ്ട് കോടതിയിൽ ചെന്നുകൊണ്ട് ഞങ്ങൾ ഇതെന്നൊക്കെ ഞങ്ങൾ അറിയാണ്ട് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി കൊടുത്ത മറുപടി കോടതിയോട് അറിയാമോ, ബാപ്പ വെള്ളം അടിച്ചുകൊണ്ട് അന്ന് സാക്ഷി പറഞ്ഞതാണ്. അപ്പൊ കോടതി ചോദിച്ച ചോദ്യമുണ്ട്, നിന്റെ ബാപ്പാക്ക് എത്ര വർഷം വേണം നിന്റെ ബാപ്പാക്ക് വെള്ളം അടിച്ചെങ്കിൽ മാല് ഇതുണ്ടല്ലോ, കിക്കുണ്ടല്ലോ, അത് ഇറങ്ങാൻ എത്ര കാലം വേണമെന്ന് കോടതി പോലും ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇനി ബാക്കിയൂടെ ഒന്ന് കേട്ട് നോക്കാം. പ്രവാസിയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അങ്ങനെയാണ് കേസ് സെറ്റിൽ ചെയ്യാനും മൊഴിമാറ്റാനും ഉണ്ടായ സാഹചര്യം എന്നതിനെ സംബന്ധിച്ച് എനിക്കതിൽ കൃത്യമായ തെളിവില്ലാത്തത് കൊണ്ട് അത് പറയാൻ കഴിയില്ല. പക്ഷെ ആ സാഹചര്യത്തിലേക്ക് എത്തിത്തീർന്ന ഒരു അവിടെ അത് മാത്രമല്ല അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായത്, ഇവരെ ഈ 164 സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ മെഡിക്കൽ പരിശോധനയിൽ അങ്ങനെ ഒരു ശ്രമമേ നടന്നതായി ഒരു ലക്ഷണങ്ങളും ഇല്ല എന്ന് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് വരികയും ആ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് അടക്കം എന്റെ കയ്യിലുണ്ട്. അതിലൊക്കെ ഈ പറയുന്ന സൈറ്റ് അടിച്ചു അല്ലെങ്കിൽ തോണ്ടി എന്ന് പറയുന്ന പരാതികൾ ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഞാൻ കുറെ പരാതികൾ നൽകിയിട്ടുണ്ട് എന്നത് സമ്മതിക്കുന്നുണ്ട്. അതൊരു പക്ഷെ പറയുന്നത് ബലാത്സംഗ പരാതികളല്ല മറ്റു പരാതികളാണ് എന്നാണ്. അതിൽ തോണ്ടി എന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തു എന്ന് പറയുന്നത് അതിൽ പലപ്പോഴും സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറി അങ്ങനെയുള്ള പരാതികളാണ്. കയറി പിടിച്ചു, അത്തരത്തിലുള്ള പരാതികൾ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു പരാതി വരുന്നത് 2016-17 കാലഘട്ടങ്ങളിലാണ്. ഞാൻ 16-17 കാലഘട്ടങ്ങളിൽ ഇവരുടെ ഒരു ബന്ധുവിനെതിരെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്കെതിരെയും ഒക്കെ ഇത്തരത്തിൽ കാണുന്നവർക്കെതിരെ എല്ലാം പരാതി കൊടുക്കുന്ന പതിവ് ഈ സ്ത്രീക്കുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി പരാതികൾ. ആദ്യ കുട്ടി എന്ന് പറഞ്ഞത് അന്ന് 14 വയസ്സുണ്ടായിരുന്നു, ഇപ്പോൾ അവർ മുതിർന്ന സ്ത്രീയാണ്, അതുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോ നിരവധി പരാതികൾ
ഇതിനിടെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 2016 കാലഘട്ടത്തിൽ ഇവർ ഒരു കോഴിക്കോടുള്ള ഒരു ഇംഗ്ലീഷ് അക്കാദമിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ അക്കാദമിയിൽ അവിടെ രണ്ടുപേർ ചേർന്ന് നടത്തിയിരുന്ന ഒരു അക്കാദമിയിലേക്ക് അതിൽ ഒരു പാർട്ട്ണറുടെ കൂട്ടുകാരിയായാണ് ഇവർ രംഗപ്രവേശം ചെയ്തത്. അവിടെ വെച്ചാണ് ഇവർ ചിത്രകല അഭ്യസിക്കുന്നത്. ചിത്രകല അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൃഷ്ണനെ വരയ്ക്കാൻ ആരോ ഒരാൾ ഇവർക്ക് വന്ന് 2 കൃഷ്ണന്മാർ, അതായത് ഒരേ തരത്തിലുള്ള 2 കൃഷ്ണന്മാർ, അവർ തന്നെ പറയുന്നുണ്ട് 2 കൃഷ്ണന്മാർ, ലഡു കഴിക്കുന്ന കൃഷ്ണനെയും അതുപോലെ തന്നെ വെണ്ണ കഴിക്കുന്ന കൃഷ്ണനെയും, ഇങ്ങനെ 2 കൃഷ്ണന്മാരെ വരയ്ക്കാൻ ട്രെയിനിങ് കൊടുക്കുകയും അതിൽ ഒരെണ്ണം അവർ പിന്നീട് അത് വൃത്തിയാവുകയും അതങ്ങ് വരച്ച് ശീലിക്കുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതും ട്രേസ് ഇട്ട് വരയ്ക്കുന്നതാണ് തരത്തിലുള്ള വാർത്തകൾ. പല കലാകാരന്മാരൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരിക്കലും പെട്ടെന്ന് വരയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. നമുക്ക് പറയാം, ഒരു വര പോലും വ്യത്യാസമില്ലാതെ, അണുവിട പോലും വ്യത്യാസം, നമ്മളൊരു ബുക്കിൽ ഏതെങ്കിലും ഒരു ലേഖനം എഴുതിയാൽ 10 വരി എഴുതിയാൽ ആ 10 വരിയും ഒരുപോലെ ഇരിക്കണമെന്ന്, നമ്മുടെ കൈയുടെ ഇതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരാം. അങ്ങനെ പോലും ഒരു വ്യത്യാസമില്ലാതെ ഇത്രയും കൃത്യമായി ഒരേ രീതിയിൽ വരയ്ക്കാൻ കഴിയുന്നതിനെയാണ് എല്ലാവരും വന്ന് ചോദ്യം ചെയ്തത്. അത് ചിത്രം വരച്ചോട്ടെ, അവരുടെ ബിസിനസ്സാണ്, അല്ലെങ്കിൽ അവർക്ക് അത് അറിയുന്ന കലയാണ്, അല്ലെങ്കിൽ അവരത് അഭ്യസിച്ച കലയാണ്, എന്തുമായിക്കോട്ടെ, അത് അവർ ചെയ്തോട്ടെ, അതിന് ഇവിടെ ആരും എതിർക്കുന്നില്ല. പക്ഷേ അവിടെ നിന്നും അവർ വന്ന ഒരു വലിയ ട്രാക്ക് ഉണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. 2016 കഴിഞ്ഞ ശേഷം 17 വീണ്ടും ഇവർ മറ്റൊരാൾക്കെതിരെ ഒരു പരാതി നൽകുന്നു. അതും ബലാത്സംഗ പരാതി തന്നെയാണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ വരുമ്പോൾ കോടതിയിൽ പോലും മൊഴി പറഞ്ഞത് വേറൊരു പരാതിയും നൽകിയിട്ടില്ല എന്നും, ഈ പരാതിയുടെ കോപ്പി ഈ അഭിഭാഷകനടക്കമുള്ളവർ ഈ പരാതിയും ബാക്കി എല്ലാ രേഖകളുമായി കോടതിയിൽ എത്തുകയും അങ്ങനെ കോടതിയിൽ വെച്ച് ഇവരോട് എന്തുകൊണ്ടാണ് ഈ കേസ് വിട്ടുപോയതിൽ മൊഴി മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ കള്ളു കുടിച്ചിട്ട് അന്ന് കൊടുത്ത കേസാണെന്ന് പറയുകയും ഈ വിചാരണ വേളയിൽ ജഡ്ജി തന്നെ ഇവരോട് അച്ഛൻ എത്ര കൊല്ലം ഹാങ് ഓവർ ഒരു മദ്യപിച്ചാൽ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, അവർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു, തന്നെ അതിക്രൂരമായി ചോദ്യങ്ങൾ ചോദിച്ചു എന്ന്. ഇത്തരത്തിലുള്ള കേസുകളിൽ ഉണ്ടാവുമ്പോൾ അത് വിശദമായി ചോദിച്ചറിയുന്ന കോടതി എല്ലാ കോടതികളിലും അങ്ങനെയാണ്. പ്രതിയുടെ അഭിഭാഷകന്മാരും മറ്റുള്ളവരുടെ അഭിഭാഷകന്മാരും ജഡ്ജിക്ക് ആവശ്യമുള്ളതും സംശയമുള്ളതും ഒക്കെ ചോദിക്കുക പതിവുണ്ട്. അതുകൊണ്ട് അവർ ഹൈക്കോടതിയിലേക്ക് പോയില്ല എന്ന ന്യായമാണ് അവർ പറയുന്നത്. തുടരെ അതായത് ഈ കേസിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നത്, ഈ പറയപ്പെടുന്ന പ്രതി എന്ന് പറയപ്പെടുന്ന ആരോപിക്കുന്ന ആൾ, അയാളിപ്പോ അക്യൂറ്റഡ് ആണ്, പക്ഷെ അന്ന് ആരോപിച്ചിരുന്ന ആൾക്ക് ആദ്യം തന്നെ ജില്ലാ കോടതിയിൽ, സാധാരണഗതിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താൽ ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ കോടതിയിൽ നിന്ന് അയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ തന്നെ. അതിനുശേഷം ഈ ജാമ്യത്തിലിരിക്കുമ്പോൾ ഇവരുടെ മക്കളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു പരാതി നൽകുകയും, അതായത് കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന കേസിൽ ആദ്യ സമയത്ത് തന്നെ ഈ പ്രതിക്ക് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ? കോടതിക്ക് തന്നെ അവിടെ വ്യക്തമായിരുന്നു ഇവരുടെ ഭാഷ, ശരീരഭാഷയിൽ നിന്ന് കൃത്യമായിട്ട് ഇവർ പച്ച കള്ളിയാണ്, പച്ച നുണ മാത്രം പറയുന്ന, ഇത് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് വാങ്ങാൻ നടക്കുന്ന ഒരു ഉഡായിപ്പ് തട്ടിപ്പുകാരിയാണെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാണ്ട് ജാമ്യം പെട്ടെന്ന് കിട്ടില്ലല്ലോ. ഇനിയോ ഹൈക്കോടതി അയാളെ വീണ്ടും കുറ്റവിമുക്തനാക്കുകയും അയാളെ ആ പരാതിയിൽ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ കോടതിയിൽ തന്നെ ഇയാളെ കുറ്റവിമുക്തനാക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കുശുമ്പ് കൊണ്ടാണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? എന്തുകൊണ്ടാണ് ആ പ്രതിക്കെതിരെ ഏതൊക്കെയോ കേസുണ്ട്, ആ കേസിൽ എന്തുകൊണ്ടാണ് നമ്മൾ പ്രതിക്കെതിരെ വാർത്ത ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഈ പ്രതിയോ വാദിയോ ഇവരുടെ വ്യക്തിപരമായ വിഷയങ്ങളെയോ തിരക്കിപ്പോയ ഒരാളല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഗുരുവായൂരിൽ വരികയും, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുമായി ആരോപണം ബന്ധപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഞാനൊരു കാരണമായി തീർന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ കുറിച്ച് ആരോപണം ഉയർന്നപ്പോൾ അന്ന് വരെ ഇവരെ എതിർത്ത് നിന്നിരുന്ന അവരുടെ സമൂഹത്തിലെ ആൾക്കാരും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും, ആ ഹാൻഡിലുകൾക്കൊക്കെ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് ചില യൂട്യൂബുകളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള യൂട്യൂബുകൾ ഇവരെ പരസ്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ശേഷം എന്റെ ഇൻബോക്സിലേക്ക് വന്ന പലരും, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയെന്ന് അറിയാമോ? ജമാഅത്തെ ഇസ്ലാമി. എന്താ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പ്രാധാന്യം കൂടി കൂടുതലുള്ളതെന്നറിയാമോ? ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ഇത്ര കണ്ട് ക്രൂരമായിട്ടുള്ള ഞമ്മന്റെ മദ്രസ പുസ്തകം നോക്കിക്കൊണ്ട് ക്രൂരത ചെയ്യുന്ന ആ വർഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാനലുണ്ട് നമ്മുടെ മതേതരം പൊട്ടിയൊഴുകുന്ന കേരളത്തിൽ. ആ ചാനലിന്റെ പേരെന്താണ് മക്കളെ? മുക്കാൽവൺ. രാജ്യദ്രോഹത്തിന് അല്പനേരമാണെങ്കിൽ പോലും നിരോധനം നേരിട്ടില്ലേ? ആ ചാനലാണ് മുക്കാൽവൺ. ആ മുക്കാൽവണ്ണൊക്കെയാണ് ഇവൾക്ക് പിന്തുണയേകി വരുന്നത്. പിന്നെയോ സുഡാപ്പി ചാനലുകാരൊക്കെയാണ് ഇവൾക്ക് പിന്തുണയായിട്ട് വരുന്നത്. പിന്നെയോ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളുടെ സപ്പോർട്ടേഴ്സ് ആയുള്ള യൂട്യൂബേഴ്സ് ആണ് ഇവൾക്ക് പിന്തുണയുമായിട്ട് വരുന്നത്. ഇവിടെ വ്യക്തമാണ് ആരാണ് ഇവളെ പിറകിൽ നിന്ന് നയിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇനി ശ്രീലാപിള്ള പറയുന്ന വസ്തുതാപരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ കേട്ട് നോക്കാം. ഡിവൈഎഫ്ഐ ബന്ധമുള്ളവരും ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ ലോക്കൽ നേതാവും ഒരാൾ, അയാൾ ഇവരുടെ വിഭാഗത്തിൽ തന്നെ പെടുന്ന അതേ വിഭാഗത്തിൽ പെടുന്ന ഒരാൾ,
അയാൾ വന്ന് ഘോരം ഇവർക്ക് വേണ്ടി വാദിക്കുകയാണ്. ചെറുപ്പത്തിൽ ഒരു കേസ് കൊടുത്തു എന്നല്ലേ ഉള്ളൂ, അതിനെന്താണ് കുഴപ്പം എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത്. ഏതായാലും അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണഗതിയിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ സമൂഹം ഇവരെ നമുക്കറിയാം പുരോഗമനവാദികളായ പെൺകുട്ടികളെ പോലും പലതരത്തിലുള്ള അവർ പറയുന്നത് ശരിയാണെങ്കിൽ പോലും അങ്ങനെ പല ഘട്ടങ്ങളിലും അവരെ ആക്രമിക്കുന്ന സമൂഹമായാണ് നമ്മൾ ഇവരെ കാണുന്നത്. പക്ഷെ ഈ ഒരു കാര്യം വന്നപ്പോൾ ഈ കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെടുന്ന ഇവർ കൃഷ്ണഭക്തയാണെന്ന് പറഞ്ഞിട്ടും ഗുരുവായൂരിൽ വന്നിട്ടും വിവിധ ക്ഷേത്രങ്ങളിൽ പോയി ആടിപ്പാടിയിട്ടും നരേന്ദ്രമോദിക്ക് പണം കൊടുക്കാനെത്തിയപ്പോഴും സുരേഷ് ഗോപിക്ക് വേണ്ടി ഇലക്ഷനിൽ കുറെ ദിവസം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തവർ വർക്ക് ചെയ്തു എന്നാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് എങ്ങനെയാണ് ഇത്രയും വലിയ ഇടതുപക്ഷ സഹയാത്രികരായ ചില ആൾക്കാർ, അതായത് സുനിയേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഇവരെ എങ്ങനെയാണ് ഈ ഇടതുപക്ഷ ഹാൻഡിലുകൾ, ഇടതുപക്ഷ യൂട്യൂബേഴ്സ് ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ തന്നെ എന്തോ ഒരു കള്ളക്കളിയുണ്ട് എന്ന് ഞാൻ സംശയിക്കാനിടയായ സാഹചര്യം അതാണ്. കാരണം എന്തുകൊണ്ടാണ് ഇവർ ഈ കൃത്യം മാത്രമല്ല ഇവരുടെ ഒരു വഴി വളരെ കൃത്യമാണ്. ഞാനൊരു വീഡിയോ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം അവർ മറ്റൊരു ഒരു ഇൻസ്റ്റാഗ്രാമിൽ അവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അവർ പറയുന്നത് ഞാൻ RSS കാര്യാലയത്തിൽ പോയത് കൊണ്ടാണ് ഇപ്പോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നാണ്. അതായത് ഉടനെ തന്നെ കുമ്മനത്തിന്റെ, ഞാൻ 2016 പോയതാണ്, കുമ്മനത്തിന്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം കാണിച്ച മാന്യതയാണ് എന്നെ RSS കാര്യാലയത്തിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഇവരോടൊപ്പം സഹകരിക്കാൻ പ്രാപ്തമാക്കിയതെന്നൊക്കെ പറയുന്നത്. അതായത് കുമ്മനം ഒരു ബ്രാൻഡാണെന്നും RSS കാര്യാലയം എന്ന് പറഞ്ഞാൽ RSSകാരുടെ വികാരങ്ങളെ മുതലെടുക്കാൻ പറ്റുമെന്നും ഒക്കെ പറയുന്ന 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുണ്ടെന്നും രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയില്ല എന്നും അവകാശപ്പെടുന്ന ഒരു സ്ത്രീ എത്ര കൃത്യമായാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുകയും പറയുകയും ചെയ്തത്. അവിടെയും എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ അവിടെയാണ്. ആരാണ് ഇവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു പിറകിൽ നിന്നുകൊണ്ട് ഇവരെ ഈ രീതിയിലേക്ക് നയിക്കാൻ ആരാണ് പ്രാപ്തരാക്കുന്നത്? അതൊരു സംശയം ജനിപ്പിക്കുന്ന കാര്യം തന്നെ. മാത്രമല്ല ഇവരുടെ ഒരു ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ കൺസേൺ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനാണ്. കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ ശേഷമാണ്, അവിടെ ഒന്നും പോലീസുകാരോട് ഞാൻ അന്വേഷിച്ചറിഞ്ഞ കാര്യമാണ്, കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാ, എന്നിട്ടോ ഒരു ദിവസം കൊണ്ട് തന്നെ ആത്മഹത്യ സീരിയസ് നിലയിൽ എന്നൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ ഓൺലൈൻ ചാനലുകാരൊക്കെ വാർത്ത കൊടുക്കുക, എന്നിട്ടോ അന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് ആവുക. എന്താലേ വലിയ സംഭവമാണ് ഇവളുടെ ആത്മഹത്യ നാടകം വരെ. അവിടെ ജില്ലാശുപത്രിയിൽ എത്തുമ്പോൾ അങ്ങോട്ട് അവിടെ കിടക്കണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ കിടക്കാൻ കഴിയില്ല, അതിനുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് ഒരു ദിവസം കിടക്കാനുള്ള ശ്രമം നടത്തി വൈകുന്നേരമായപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും ഇവർ ഇതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചാൽ തീർച്ചയായും മറ്റുള്ളവർ പേടിച്ചു പോവുകയോ അല്ലെങ്കിൽ പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെയാണ് ഇവർക്ക് ഗുണകരമായി. ഇവരത് കൃത്യമായി തന്നെ മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. യൂസഫ് അലി കേച്ചേരി എന്ന് പറയുന്ന എഴുത്തുകാരനെ നമുക്കറിയാം. കേരളത്തിലെ നിരവധി എഴുത്തുകാർ യൂസഫ് അലി കേച്ചേരി ഒക്കെ എഴുതിയ കവിതകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെയാണെങ്കിൽ മതം ആക്രമിക്കണമെങ്കിൽ ഏത് രീതിയിൽ ആക്രമിക്കണമായിരുന്നു? അതൊക്കെ ഈ മതം എന്ന് പറയുന്നത് അവർ എടുത്തിരുന്നു. പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അവരുടെ സഹോദരൻ കൃഷ്ണചിത്രം വരയ്ക്കുന്നത് കൊണ്ട് അവരോട് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കൊരു സഹോദരനെ ഇല്ല. പിന്നീട് അവർ അത് തിരുത്തി പറഞ്ഞു എന്റെ കസിൻ ബ്രദറാണ്. അവരുടെ അച്ഛൻ കൊടുത്ത മൊഴിയിൽ എനിക്ക് 3 പെൺകുട്ടികളാണ് എന്നാണ് ആ മൊഴിയുടെ തുടക്കം തന്നെ. ആദ്യത്തെ കേസിൽ കൊടുത്ത മൊഴിയിൽ പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു സഹോദരനെ ഇല്ല. അപ്പൊ വളരെ കൃത്യമായിട്ട് തന്നെ ഹിന്ദുക്കളുടെ വികാരങ്ങളെയും ഹിന്ദുക്കളുടെ അവിടെയാണ് ഞാൻ പറയുന്നത്, അവർ ചിത്രം വരയ്ക്കുന്നത് കൊണ്ടോ ചിത്രം വെക്കുന്നത് കൊണ്ടോ ഒന്നും തന്നെ ഒരു കാര്യമില്ല. ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗം നഷ്ടപ്പെടണമോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. എന്റെ ആഗ്രഹം ഇത്തരത്തിലുള്ള തട്ടിപ്പുമായി കടന്നു വരുന്ന സ്ഥലം, അതായത് നമുക്കറിയാം കേരളത്തില് പലപ്പോഴും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും കൂടുതൽ ആൾക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും CPM-കാരുമാണ് പലപ്പോഴും സ്ത്രീ വിഷയങ്ങളിലും ഇത്തരം കേസുകളിലും ഒക്കെ പെട്ടുപോകുന്നത്. അത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമം പോലും അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അത്തരത്തിലുള്ള ശ്രമം ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് അങ്ങനത്തെ പല ശ്രമങ്ങൾ, ഇപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും നമുക്കറിയാം സുരേഷ് ഗോപിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സ്ത്രീ വിഷയത്തിൽ മോശക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ഉണ്ടായത് നമുക്കറിയാം. ജനങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് നടന്ന ഒരു സംഭവത്തെ എങ്ങനെയാണ് അത് ക്യാരി ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ സുരേഷ് ഗോപി ആയിരുന്നു ഒരുപക്ഷെ ടാർഗറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ സുരേഷ് ഗോപിയുമായി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഉടനെ റീൽസ് എടുക്കുന്നു. ഇവർ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും ക്യാമറയാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാകാം. പക്ഷെ ഗുരുവായൂരിലെത്തിയാൽ ഒരു 4 വീഡിയോ, കണ്ണാ നിനക്കായി, കണ്ണാ നിന്റെ കൂടെ, അങ്ങനെ ഇങ്ങനെ നടന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗുരുവായൂരിൽ തന്നെ പെയിന്റിങ് കിട്ടുന്ന സ്ഥലമാണ്, എത്ര ചിത്രകാരന്മാരുള്ള സ്ഥലമാണ്, എത്ര നന്നായി പടം വരയ്ക്കുന്നവരുള്ള സ്ഥലമാണ്
കേരളം, അവിടെ എങ്ങനെയാണ് ഇവരുടെ മാത്രം ചിത്രങ്ങൾക്ക്, അതായത് ശങ്കരൻ നമ്പൂതിരിക്ക് കുട്ടിയുണ്ടായി, അതിപ്പോ മെഡിക്കൽ എത്തിക്സ് കാരണം അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നില്ല, മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായ കാര്യമാണ്, അതുകൊണ്ട് അത് പറയുന്നില്ല. ഇത്തരത്തിൽ ഞാൻ എന്തോ എന്റെ പടം വരച്ചാൽ അല്ലെ എന്റെ പടം കൊണ്ടുവച്ചാൽ എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും, ആ പടം എന്റെ പ്രശ്നമേ അല്ല, അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ്. പക്ഷേ അവർ കാണിക്കുന്ന തട്ടിപ്പാണ്, ഇതിലെ അവരുടെ തട്ടിപ്പ്, അതായത് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം. ഇനി അത് മാത്രമല്ല, അതിനും അപ്പുറം നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില നേതാക്കന്മാരൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് എന്നാണ്. ആ നേതാവിന്റെ പേര് ഞാനിപ്പോ പറയുന്നില്ല. അത് ചില ചാനലുകളിലേക്കും ഒക്കെ വിളിച്ച് ഓപ്പറേറ്റ് ചെയ്യുകയും ഇവരുടെ വാർത്ത കൊടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില നേതാക്കന്മാർ ഉണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്, പല നേതാക്കന്മാരും. എന്തുകൊണ്ടാണ് അത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവർ വളരെ കൃത്യമായി ഇവരുടെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാം കേട്ടതാണ്. വേറൊരു കേരളത്തിലൊരു വ്യവസായ പ്രമുഖന്റെ ഓഡിയോ പുറത്തു വന്നു. ആ ഓഡിയോ ആരായിരിക്കും പുറത്തുവിട്ടത്? അവരും ആ വ്യവസായ പ്രമുഖരുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ. ആ ഓഡിയോ എങ്ങനെയാണ് പുറത്തു വന്നത്? ഒന്നുകിൽ അവർ വിടണം, അല്ലെങ്കിൽ ആ വ്യവസായ പ്രമുഖൻ വിടണം. ഏതായാലും അദ്ദേഹം അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് മാത്രമല്ല, ആ ഓഡിയോ കൃത്യമായി കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വ്യവസായ പ്രമുഖൻ ആരാണെന്ന് ഈ ഓഡിയോ കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി മനസ്സിലാകുന്ന രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ആ ഓഡിയോ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നൊക്കെ അവരുടെ കള്ളത്തരം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴും ഇത് മനസ്സിലാകാത്ത, ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത ചില ആ ആൾക്കാരെ നമുക്ക് തിരുത്താൻ സാധ്യമല്ല തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോ ഇതാണ് ശ്രീല പിള്ള മറ്റൊരു ചാനലിൽ സംസാരിച്ച ഒരു ഓഡിയോ ആണ് നിങ്ങൾ കേട്ടത്. ഇനിയും വിശ്വാസം വരാത്ത, അതല്ലെങ്കിൽ ഇനിയും പാവാട വാങ്ങി നടക്കുന്ന ഹിന്ദുക്കളോട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. നമ്മൾ ലൈവ് വീഡിയോ മാത്രമേ നമ്മുടെ ചാനലിൽ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ലൈവിലെ നെറ്റിന്റെ കവർ കൊണ്ട് ഇടയ്ക്ക് കട്ടായി വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് ഫുൾ വേർഷൻ ആയിട്ട് ഞാൻ ഒന്നുകൂടി റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നുകൂടി കാണാം. ഇത് മാക്സിമം പ്രചരിപ്പിക്കുക. കാരണം ഇവർ പച്ച നുണ പറഞ്ഞുകൊണ്ട് ഹിന്ദുവിനെ പറ്റിക്കുക എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് RSSന്റെ വികാരമായിട്ടുള്ള RSS കേന്ദ്രങ്ങളായിട്ടും അതല്ലെങ്കിൽ നേതാക്കന്മാരെയൊക്കെ കൈപ്പിടിയിൽ ഒതുക്കുക, പിന്നെ സുരേഷ് ഗോപി അടക്കമുള്ള നരേന്ദ്രമോദിജി അടക്കമുള്ള ആളുകളിലേക്കൊക്കെ പലരെയും കൂട്ടുപിടിച്ചുകൊണ്ടും പലർക്കു വേണ്ടിയും പലതിനും വഴങ്ങിക്കൊടുത്തുകൊണ്ടും എത്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാം അഭിമാനമായിട്ടുള്ള നരേന്ദ്രമോദിജി അടക്കമുള്ള സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളെ പോലും പറ്റിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ അവർക്ക് കൊടുത്ത പണി 8ന്റെ പണിയല്ല, 18ന്റെ പണിയല്ല, അമ്മാതിരി പണിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും ഇവളുടെ പാവാട താങ്ങി നടക്കുന്ന ഹിന്ദു എന്ന നാമധാരി ജന്തുവെ നീ മനസ്സിലാക്കുക. നിന്റെ അധപ്പതനത്തിനുള്ള കാരണം ഇത് തന്നെയാണ്. വിയർപ്പിന്റെ അസുഖം ഉണ്ടാകുമ്പോൾ നീയൊക്കെ അവളുടെ ഫോട്ടോ വെക്കുമ്പോൾ സമ്പത്തങ്ങട്ട് വന്ന് കുമിയുമെന്ന അവളുടെ ആ PR വർക്കിൽ വീണുകൊണ്ട് അവൾ പറയുന്ന ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട്, ആയിരങ്ങൾ 10,000 കൊടുത്തുകൊണ്ട് അവളുടെ ആ ഫോട്ടോവും വെച്ചുകൊണ്ട് നീ എന്ത് ചെയ്യുന്നു? നിന്റെ വീട്ടിൽ തൂക്കിയിടുന്നു. നീ മനസ്സിലാക്കുക, ഇവൾ വരച്ച ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഉള്ള കുടുംബം പോലും കുളം തോണ്ടി പോവും. അത്രയ്ക്ക് ശാപം പിടിച്ച കാര്യങ്ങളാണ് ആ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും അവളുടെ പാവാട അലക്കാതെ അധ്വാനിച്ച് ജീവിക്കാൻ നോക്ക്. അതല്ലാതെ ശങ്കരേട്ടന് കുട്ടിയില്ലാത്ത ശങ്കരേട്ടന് കുട്ടി ഉണ്ടായെന്നും സമ്പത്തില്ലാത്ത അയ്യപ്പൻ ചേട്ടന് സമ്പത്തുണ്ടായെന്നും ജോസഫിന് സമ്പത്തുണ്ടായെന്നും പറഞ്ഞ് ഇമാതിരി ഇറങ്ങുന്ന ഊളകളെ ഇനിയും നിന്റെ വീട്ടിലേക്ക്, ഊളകളുടെ പ്രൊഡക്റ്റുകൾ നിന്റെ വീട്ടിലേക്ക് സൽക്കരിച്ച് കൊണ്ടുപോവാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.